കാര്യവിചാരം 99 മായം ചേർക്കൽ. ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ മായം ചേർക്കൽ നടക്കുന്നതായി കാണാം. ഭക്ഷണ സാധനങ്ങൾ, ഔഷധങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയാണ് അവയിൽ പ്രധാനം. ഔഷധ വൈദ്യശാസ്ത്രത്തിൽ ഒരു യഥാർത്ഥ ഔഷധം ഭാഗികമായോ പൂർണ്ണമായോ അതിന് സാമ്യമുള്ള മറ്റൊരു വസ്തു കൊണ്ട് നിറയ്ക്കുന്നതിനാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്. പകരം ചേർക്കുന്ന വസ്തു ഔഷധത്തിൻ്റെ യാതൊരു ഗുണവുമില്ലാത്തതായിരിക്കും. ഔഷധത്തിൻ്റെ നിർമ്മാണഘട്ടത്തിലോ വിതരണഘട്ടത്തിലോ വിൽപ്പനയിലോ ഈ മായം ചേർക്കൽ നടന്നേക്കാം. എങ്കിലും നിർമ്മാണഘട്ടത്തിലാണ് ഇത് കൂടുതലായി നടക്കുന്നത് എന്നാണ് രേഖകൾ കാണിക്കുന്നത്. വൻകിട കമ്പനികൾ ഇതിലൂടെ കൊള്ളലാഭം ഉണ്ടാക്കുന്നുമുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, ലഭ്യതക്കുറവ് എന്നിവയാണ് ഇങ്ങനെ ചെയ്യാൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. വിതരണഘട്ടത്തിലും വിൽപ്പനയിലും സമയത്തും ചിലപ്പോൾ മായം ചേർക്കാറുണ്ട്, എങ്കിലും കുറവാണ്. ഈയിടെ രസകരമായ ഒരു മലയാളം സിനിമ കാണാനിടയായി. ഒരു പണിയുമില്ലാതെ നടന്ന യുവാവ് പെട്ടെന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സിദ്ധവൈദ്യനായി. പല മാറാരോഗികളും അയാളെ തേടിയെത്തി. ഒരു ദിവസം മരണാസന്നനായ ഒരു ആസ്മ രോഗി ചികിത്സയ്ക്കെത്തി. സിദ്ധന് എന്തു ചെയ്യണമെന്നറിയാതെ ആകെ അങ്കലാപ്പായി. കാരണം പുള്ളിക്കാരന് മരുന്നെന്ന് പറഞ്ഞാൽ എന്താണെന്ന് യാതൊരു വിവരവുമില്ലല്ലോ. മുഴുവൻ ചെപ്പടി വിദ്യയായിരുന്നല്ലോ. ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. വൈദ്യൻ വേഗം അകത്തേക്ക് പോയി പൂണൂൽ ധരിച്ച് നമ്പൂതിരിയായ തൻ്റെ സഹായി ചാക്കോയുമായി ആലോചിച്ചു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ചുക്ക്, കുരുമുളകും, തിപ്പലി, കറുവാപ്പട്ട എന്നിവ ഇടിച്ചു ചതച്ച് വെള്ളത്തിൽ ചാലിച്ച് ചാക്കോ സിദ്ധനെ ഏൽപ്പിച്ചു. സിദ്ധൻ അത് വേഗത്തിൽ കൊണ്ടുപോയി രോഗിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വേഗം വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വേഗം വീട്ടിൽ പോകാൻ പറഞ്ഞതിൽ മറ്റൊരു ദുരുദ്ദേശമുണ്ടായിരുന്നു. രോഗി അവിടെ ഇരുന്നെങ്ങാനും തട്ടിപ്പോയാൽ സിദ്ധൻ്റെ കാര്യം പോക്കാണല്ലോ എന്ന് കരുതിയാണ്. ഇതൊരു മായം ചേർക്കലിൻ്റെ കഥയാണ്. ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നത് ചാനലുകളിൽ നമ്മൾ കാണാറുണ്ടല്ലോ. സ്പിരിറ്റ്, ചാരായം തുടങ്ങിയവ ചെറിയ തോതിൽ പാനീയങ്ങളിൽ കലർത്തിയാൽ അല്പം ലഹരി കിട്ടുമല്ലോ. അവ സേവിച്ചാൽ പിന്നെ ആ കടകളിൽ കൂടുതൽ കച്ചവടം നടക്കും, കൂടുതൽ ആളുകളെത്തും. വരുന്ന ആളുകൾ അധികവും ഊശാന്താടിയും നീട്ടി വളർത്തി ചീകി ഒതുക്കാതെ പറന്നു നടക്കുന്ന തലമുടിയും കഴുകാത്ത വൃത്തികെട്ട കറുത്ത വേഷവും ഒക്കെയുള്ള ന്യൂജൻ യുവാക്കളായിരിക്കും. അവർ ഭാരതത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണല്ലോ. ഇനി സത്ത കോഴീൻ്റെ സാറ് വാങ്ങാമേ എന്ന് തുടങ്ങുന്ന ഒരു പഴയ പാട്ട് ഓർമ്മയില്ലേ? ശരിയാണ്. ഹൈപ്പർ മാർക്കറ്റിൽ ഫ്രിഡ്ജിൽ പൊതിഞ്ഞുകെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരിക്കലും ചെന്ന് വാങ്ങരുത്. അത് സത്ത കോഴീനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? റെസ്റ്റോറൻറ്റുകളിൽ പഴകിയ ഭക്ഷണം ധാരാളം നൽകുന്നുണ്ട്. അവയിൽ പലതും പിടിക്കപ്പെടുന്നുമുണ്ട്. ഇത് നമ്മൾ ദിനംപ്രതി കണ്ടുവരുന്ന കാര്യമാണ്. അരി, പഞ്ചസാര മുതലായ അവശ്യ വസ്തുക്കളിൽ വ്യാപകമായി മായം ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആരോഗ്യവകുപ്പിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ വ്യാപകമായ പരിശോധന മൂലം അതൊക്കെ തീർത്തും കുറഞ്ഞിട്ടുണ്ട്. ഭാഗ്യം. ലാഭമുണ്ടാക്കാനുള്ള ഒരു കുൽസിത തന്ത്രമാണ് മായം ചേർക്കൽ. അല്ലെങ്കിൽ നേട്ടം കൈവരിക്കുന്നതിന് ഇനുമാകാം. ഉദാഹരണത്തിന് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ്. കേൾക്കൂ. പെണ്ണിന് മുട്ടിന് താഴെ തലമുടി തഴച്ച് വളർന്നു കിടക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പുറത്ത് കാണാവുന്ന ഭാഗങ്ങൾക്കൊക്കെ നല്ല തങ്കത്തിൻ്റെ നിറം, അതായത് മുഖവും കൈകാലുകൾക്കും മാത്രം. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അന്യോന്യം എന്തെങ്കിലും സംസാരിക്കണമോ എന്ന് ചെറുക്കനോട് പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചു.
ശരി എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി അകത്തേക്ക് പോയി. സംസാരിക്കുന്നതിനിടയിൽ പെണ്ണിൻ്റെ നീണ്ടു കിടന്ന തലമുടി താഴെ വീണു. അത് വലിയൊരു തിരുപ്പനായിരുന്നു എന്ന് അപ്പോഴാണ് ചെക്കന് പിടികിട്ടിയത്. അയ്യോ, എന്നെ പറ്റിച്ചേ എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ കൂട്ടരെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇതും ഒരു മായം ചേർക്കലിൻ്റെ കഥ. ബന്ധങ്ങൾ ശുദ്ധവും പ്രകൃതിബദ്ധവുമാണെങ്കിലേ നന്നായിരിക്കൂ എന്നൊരു ചൊല്ലുണ്ട്.